നമുക്കിനി മണാങ്ങിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ മണാങ്ങിൻ്റെ കവാടത്തിലെത്തി. ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റേ ആണ്. ഇനി നമുക്ക് അടുത്ത് തിരിച്ചോ ലേക്ക് കാണാൻ പോകാനുണ്ട്. ഇവിടെ നിന്നാണെന്നാണ് ഞാൻ ഇവിടെ നിന്ന് പോവേണ്ടതെന്നാണ് കണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം തിരിച്ചോ ലേക്ക് കാണാൻ പോകണം. മണാങ്ങിനെ കുറിച്ചുള്ള ഫുള്ള് ഡീറ്റെയിൽ ഹോട്ടൽ കാര്യങ്ങളെല്ലാം ഈ ബോർഡിലുണ്ട്. അതിൻ്റെ അടുത്ത് മൊത്തം കഞ്ചാവും. നമുക്ക് നേരെ ഇവിടെ മൊബൈൽ ടവറൊക്കെ ഉണ്ട്, അതുകൊണ്ട് നെറ്റ്വർക്കൊക്കെ ഉണ്ടാവും. കയറി വരുമ്പം തന്നെ വലിയൊരു ഹോട്ടലിൻ്റെ പണി നടക്കുകയാണ്. എല്ലായിടത്തും പോലെ സ്തൂപ. ഇവിടെ ഒരു വലിയ കട. ട്രെക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെയുള്ള വലിയൊരു കട. ഹായ്. ഇവിടെ ഒരു വലിയ ബേക്കറി, ഒരുപാട് ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ട്. വലിയ ഹോട്ടലൊക്കെ ഉണ്ട്. ഇതിവിടുത്തെ ഹോസ്പിറ്റൽ എന്തോന്ന്. അതെ, ഹോസ്പിറ്റലാണ്. മണാങ്ങിൽ ബാങ്കൊക്കെ ഉണ്ട്. ATM-ഉം ബാങ്കും എല്ലാം മണാങ്ങിലുണ്ട്. എല്ലാവരും ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ്.
വീടുകളാണ് മോൾ ഫുള്ള്. മണാങ്ങിൻ്റെ ഗ്രാമീണ വീടുകളാണ് ഇതെല്ലാം. രണ്ട് സൈഡും ചെളിയും കല്ലും തടിയും ഉപയോഗിച്ചിട്ട് മാത്രം കെട്ടിയിട്ടുള്ള വീടുകളാണ്. ദൂരെ വേറൊരു ഗ്രാമം കാണാം. രണ്ട് നല്ല പ്രായമായ അപ്പൂപ്പൻ അമ്മൂമ്മയാണ്. നമ്മൾ മണാങ്ങിൽ താമസിച്ചില്ല. എൻ്റെ തൊട്ട് കുറച്ചുകൂടെ അടുത്തൊരു ഗ്രാമം കണ്ടു. അപ്പോൾ അങ്ങോട്ട് പോയി താമസിക്കാമെന്ന് വെച്ചു. ഇവിടെ ഭയങ്കര തിരക്കും വലിയ ഈ നാംചയൊക്കെ പോലത്തെ ഉള്ളൊരു ഗ്രാമമാണ് മലയിൽ. കുറച്ച് മുകളിൽ തിരക്കൊക്കെ കുറഞ്ഞ് പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. അവിടെ കാണുന്നത് മണാങ് ഗ്രാമമാണ്. നമ്മളവിടെ നിന്നെല്ലാം നടന്ന് ഇനി മുകളിൽ കയറി. അടുത്ത ഗ്രാമത്തിലെത്തിയില്ല. അവിടെ ഒരു ചെറിയ തടാകമുണ്ട്, ലേക്ക് പോലെ.
ആ മഞ്ഞുരുകി വീഴുന്ന വെള്ളമാണ്. മണാങ്ങി നമ്മൾ അടുത്ത വില്ലേജിലായി. പേര് ചോദിക്കുക ഇവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ അകത്തോട്ട് പോകുമ്പോൾ അറിയാം. ടങ്കി എന്ന് പറയുന്ന ഗ്രാമമാണ്. ടങ്കി മണാങ് ഗ്രാമത്തിൻ്റെ പേര്. അപ്പോൾ ടാങ്കോ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇവിടെ 2 ഹോട്ടൽ എന്തേ ഉള്ളൂ. ഒന്നപ്പുറത്തും ഒന്നിവിടെ. അപ്പോൾ ഇവിടെ കയറി ചോദിച്ചപ്പോൾ ഇവിടെ 300 രൂപ. അപ്പോൾ മണാങ് നമുക്ക് നേരെ താഴെ കാണാം. മണാങ് നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ടാണ് വന്നത് താമസിക്കാൻ. അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളോ, ഒരുപാട് വിദേശികളും ഒക്കെ. ഇവിടെ ആകുമ്പം തനി ഗ്രാമത്തിൽ 3 ഹോം സ്റ്റേ ഉള്ളൂ. അതിൽ ഒരു ഹോം സ്റ്റേയിലാണ്. ഹോട്ടലിനോട് പേരൊന്നുമില്ല. നടന്ന് തളർന്ന് ഇവിടെ വന്ന് ചോദിച്ചു. ഏറും ആനെ അപ്പോൾ ഇതാണ് റൂം. അതവിടെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ എല്ലാം ഒന്ന് ഇറക്കി വെക്കട്ടെ. അങ്ങനെ അകത്ത് കയറി. ഇതാണ് എപ്പോഴും നടക്കണ കോലം. ഇങ്ങനെ കെട്ടും പാണ്ടോ വെച്ച്. ഇതിൽ പിന്നെ കഴിക്കാനുള്ള സാധനമുണ്ട് കുറേ. അത് കഴിച്ച് ഞാൻ തീർത്തുകൊണ്ടിരിക്കുക. ഈ കെട്ടും കൂടെ ഒന്ന് ഇറക്കിയ സമാധാനം. അയ്യോ, ഇപ്പോൾ സമയം ഏകദേശം 3:46. നമ്മൾ മണാങ്ങിൽ നിൽക്കേണ്ടതായിരുന്നു. മണാങ്ങിൽ നിന്ന് കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലാണ്. ഇങ്ങോട്ട് വന്നു, അവിടെ അത്ര പോരാ. ഇപ്പോൾ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഇവിടെ ഒരു ചെറിയൊരു മൊണാസ്ട്രി ഉണ്ട്. അപ്പോൾ അത് പോയി നോക്കാം. ഇതെല്ലാം ചെറിയ ഗ്രാമ വീടുകളാണ്. ടാങ്കി എന്ന് പറയുന്ന ഗ്രാമം പഴയകാല വീടുകൾ. ഇവരാരും വീട് റെഡിയാക്കിയിട്ടില്ല. ഇപ്പോഴും എല്ലാവരും ഇതുപോലത്തെ വീട്ടിൽ തന്നെ. അതായത് ഇതവരെ ആളവിടെ ഒരു അമ്മച്ചിരിപ്പുണ്ട് മുകളിൽ. നമ്മളെ മണാങ് താഴെ കാണാം.
ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ മൊണാസ്ട്രി. രണ്ടാമത്തെ നിലയിൽ കയറാൻ വെളിയിൽ നിന്നാണ് പടിയൊക്കെ കൊടുത്തിങ്ങനെ. ഇവിടെ നിന്നാലും അന്നപൂർണ 2 നന്നായിട്ട് കാണാൻ കഴിയും. അവിടെയാണ്. നല്ല തണുപ്പുണ്ട്. ജാക്കറ്റ് എടുക്കാൻ വിട്ടുപോയി. ജാക്കറ്റ് എടുക്കാൻ വിട്ടുപോയി. തിരിച്ചിറങ്ങാനും പറ്റൂല ഇനി. ഞാൻ നിന്ന ഹോട്ടലിലെ ആ വീട്ടിൽ അവരാണ് ഇത് നോക്കി നടത്തണമെന്ന് തോന്നുന്നു. അവരാണ് വന്ന് മൊണാസ്ട്രി തുറന്നത്. അവരവിടെയുള്ളവരാ. അവരാണ് ഒരു കെട്ട് താക്കോലൊക്കെ ആയിട്ട് വന്ന് തുറന്നത് മൊണാസ്ട്രി. എനിക്ക് തോന്നുന്നു അവർ വിളക്ക് എത്തിക്കാൻ വേണ്ടി വന്നതായിരിക്കും. അപ്പോൾ ഒരു തിരി കത്തിക്കാൻ കിട്ടി. ഇവിടെ നിന്ന് ഇങ്ങനെ കൊളുത്തി നമ്മളവിടെ കൊണ്ട് കത്തിച്ച് വയ്ക്കാം. ഇതുപോലെ മരുന്നടിക്കാൻ ഇങ്ങനെ തിരിങ്ങനെ കൊളുത്തി അവിടെ ഒരു സ്തൂപം ഉണ്ടാവും. അതിൽ കത്തിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി പുറത്തോട്ട് പോവാം. മൊണാസ്ട്രിക്കകത്തുനിന്ന് പുറത്തിറങ്ങി തിരിച്ച് നടക്കുകയാണ്. അവർ തിരി കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് അത് കഴിഞ്ഞ് അവരിതാ തിരിച്ചു പോകണം. ഇനി ഇവിടെ കുറച്ച് ചെറിയ ഗ്രാമമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നടന്ന് കണ്ട് തിരിച്ച് റൂമിൽ കയറാം. നല്ല തണുപ്പായി. നമ്മൾ വീണ്ടും തിരിച്ച് ഹോട്ടലിലോട്ട് നടക്കണം. അവിടെ ഒരു പട്ടി ഇന്ന് ശല്യം. നമ്മളങ്ങനെ ഹോട്ടലിലോട്ട് പോവുകയാണ്. ഇതൊരു വീട്ടിൻ്റെ മോൾ നിലയാണ്. ഇവരവിടെ എവിടെയായിട്ട് ഓരോ തൂമ്പ് വെച്ചിട്ടുണ്ട്. മണ്ണ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് വീട്ടിൻ്റെ മുകളിൽ. നാളെ പോകേണ്ട വഴി അങ്ങോട്ടാണ്. ആ മലയുടെ താഴെയാണ്.
അങ്ങനെ നടന്ന് ഇതാ ഹോട്ടലെത്താറായി. ഒരു ഹോം സ്റ്റേ ആണ്. എല്ലായിടത്തും നല്ല കിടിലൻ ചെടി. ഞാൻ ഓർഡർ ചെയ്ത ഡാൽ ബാത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഡാൽ ബാത്ത്. പപ്പടമൊക്കെ ഉണ്ടാവും. നാട്ടിലെ പോലത്തെ പപ്പടമല്ല, കുറച്ചെന്തൊക്കെ വ്യത്യാസമുണ്ട്. നാട്ടിൽ കുറച്ചുകൂടെ രസമുണ്ട് കഴിക്കുമ്പോൾ. ഞാൻ തൈരും കൂടെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതാണ് രാത്രിയത്തെ അത്താഴം, ദാൽ ബാത്ത്. ഞാൻ പ്രത്യേകിച്ച് തൈരും കൂടെ പറഞ്ഞിട്ടുണ്ട്. എനിക്കുള്ള തൈര് ഇതാ വരുന്നുണ്ട്. കുറച്ച് തൈരേ ഉള്ളൂ. അപ്പോൾ ദാൽ ബാത്ത് കഴിച്ചു തുടങ്ങട്ടെ. ദാൽ ബാത്തൊക്കെ കഴിച്ച് റൂമിൽ വന്ന്, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.